ഹായ് കൂട്ടുകാരെ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ബ്ലൗസ് തയ്ക്കാൻ താല്പര്യപ്പെടുന്നവരും അതുപോലെ തന്നെ തയ്ച്ചിട്ട് ശരിയാകാത്തവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതായത് നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ടിലെ കപ്പ് അതായത് നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാമെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ചുറ്റുപാട് നമ്മളൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ അടിച്ചെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇതുപോലെ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തെ അളവെന്ന് പറയുന്ന 5 ഇഞ്ചാണ്. അതിൻ്റെ നേർപകുതിയായ 2.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം ആദ്യത്തെ ടക്ക് നമ്മൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ നേരെ നമ്മൾ വീണ്ടും ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ അടിഭാഗത്തെ ടക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 3.5 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ശ്രദ്ധിക്കണം, 3.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റ് കറക്റ്റ് നടുഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് മടക്കണം. അതായത് കറക്റ്റ് ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ തന്നെ ഇതുപോലെ മടക്കി നമ്മൾ നേർപകുതിയായിട്ട് മടക്കണം. അതിനുശേഷം അവിടെ ഒരു നേർപകുതി മടക്കി ഇട്ടതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നേരെ മുകളിലോട്ട് നമ്മളൊരു 2.5 ഇഞ്ച് ഇതിൽ കാണുന്ന പോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്യുന്നത് കൈക്കുഴിയുടെ ഭാഗത്തു നിന്നുള്ള ടക്കാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്ത 2 ടക്കും മാർക്ക് ചെയ്തതിന് ശേഷം അവസാനമാണ് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തെ ടക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കൈക്കുഴിയുടെ ഭാഗത്തെ ടക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ തുണി ഇതുപോലെ കൈക്കുഴിയുടെ ഭാഗം ഇതുപോലെ മടക്കിയെടുക്കണം. അതായത് ഇതേ രീതിയിൽ മടക്കിയിടണം. അതിനുശേഷം നമ്മളതൊരു 3.5 ഇഞ്ച് നിങ്ങൾ ഒരു 1/2 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് 1/2 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത പോയിന്റിൻ്റെ മുകളിൽ കൂടെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ 3 ടക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണിത് തയ്ക്കുന്നതെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഏറ്റവും അടിഭാഗത്തെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നമ്മൾ ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിനെ മടക്കിയിട്ടതിന് ശേഷം 1 ഇഞ്ച് വീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അതാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം മാർക്ക് ചെയ്ത 2.5 ഇഞ്ചിന് നമ്മളൊരു 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ മുകളിലോട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് 1/2 ഇഞ്ച് 1/4 ഇഞ്ച് എന്ന രീതിയിലോട്ട് ഇതേ രീതിയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ അടിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏറ്റവും അറ്റത്തുനിന്ന് തന്നെ നൂല് കട്ട് ചെയ്ത് ഇതേ രീതിയിൽ നമ്മൾ 1 ഇഞ്ച് നീളത്തിൽ വിട്ടതിന് ശേഷം മാത്രമാണ് നൂല് കട്ട് ചെയ്ത് കളയാൻ പാടുള്ളൂ. കാരണം അങ്ങനെ കട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് കപ്പ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യത്തെ ടക്ക് അടിച്ചിട്ടുണ്ട്. അടുത്തത് ഏറ്റവും അടിഭാഗത്തെയാണെന്ന് ഞാൻ പറഞ്ഞു. 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൻ്റെ നേർപകുതിയായിട്ട് ഇതുപോലെ നമ്മൾ തുണി മടക്കണം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത 2.5 ഇഞ്ച് നമ്മളൊന്ന് ചെരിച്ച് മുകളിലോട്ട് അടിച്ചു കൊടുക്കണം. അപ്പം 3 ടക്ക് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അടിച്ച് തീരുമ്പോൾ 1 ഇഞ്ച് നീളത്തിൽ നമ്മുടെ നൂല് കടക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമാണ് കപ്പ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. കണ്ടില്ല, ഇപ്പോൾ 2 കപ്പ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കൈക്കുഴിയുടെ ഭാഗത്തു നിന്നാണ്. അപ്പം നിങ്ങൾക്ക് ഈ 2 ടക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് 3ാമത്തെ ടക്കായ കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ടക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പം ഞാനിത് പറഞ്ഞു തന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതേ രീതിയിൽ തന്നെ അതൊരു 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ തുണിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 32 ചെസ്റ്റ് സൈസിൻ്റെ ആണ് നമ്മളിത് ചെയ്തേക്കുന്നത്. കണ്ടില്ല, വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കപ്പ് ചെയ്തെടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്തിട്ട് ശരിയാകാത്തവരാണെങ്കിൽ ഈ രീതിയിലും കൂടെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.